ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. വെറുതെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനും ഹെയർ കെയർ റൊട്ടീനും നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ അല്ലേ? അതുകൊണ്ട് ഞാൻ കരുതി അത് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ എപ്പോഴും 2 മാസ്ക്, ഇപ്പം ഞാൻ കുളിക്കുന്നതിന് മുന്നേ 2 മാസ്ക് ഞാൻ ഒരുമിച്ച് ചെയ്യാറാണ് പതിവ്. കാരണം ഹെയർ മാസ്ക് ആൻഡ് ഫേസ് മാസ്ക് ഒരുമിച്ച് ചെയ്യാറാണ് പതിവ്. അതാകുമ്പോൾ ഒരു ടൈമിൽ തന്നെ 2 റൊട്ടീനും നടക്കുമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഇത് വീക്ക്ലി മാത്രമേ യൂസ് ചെയ്യുള്ളൂ രണ്ടും കൂടെ. അല്ലാതെ ഞാൻ യൂസ് ചെയ്യും, സ്കിന്നിൽ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യും. അത് പക്ഷേ ഞാൻ പുറത്ത് പോയിട്ട് ടാൻ അടിച്ചിട്ട് വരുമ്പോൾ മാത്രമാണ് ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞാൻ കരുതി ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഫേസ് മാസ്കോ ഹെയർ മാസ്കോ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് രണ്ടും കൂടെ യൂസ് ചെയ്യാമെന്ന് കരുതിയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 മാസ്കാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഹെയർ മാസ്ക് എടുത്തിരിക്കുന്നത് റോസ്മേരി ആൻഡ് കറി ലീവ്സിൻ്റെതും, പിന്നൊന്ന് ഫ്രഞ്ച് ഗ്രീൻ ക്ലേയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഈ ബോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ആപ്സ് ഗുഡ്നസിൻ്റെ ഭയങ്കര വൈറലായിട്ടുള്ള റോസ്മേരി വാട്ടറിൻ്റെ സ്പ്രേ ആണ് ഗൈസ്. ഇത് ഞാൻ 1 മന്ത് യൂസ് ചെയ്തിട്ടുണ്ട്. 1 മന്ത് എനിക്ക് ചിലപ്പോൾ ഞാൻ 1 മന്ത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് വലിയ റിസൾട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു നമ്മൾ സാധാരണ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുന്നു, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ സ്പ്രേ ബോട്ടിലായതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ഞാൻ അതിലിപ്പം എൻ്റെ പ്യുവർ വെളിച്ചെണ്ണയാണ് ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അതിലേറ്റവും ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് എനിക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ആ ബോട്ടിൽ കളയാൻ തോന്നിയില്ല. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും, ഞാൻ കുറേ പേര് ഈ മണ്ടത്തരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്ന ഹോസ്റ്റലിൽ നിന്നവരായിക്കോട്ടെ, ഒരുപാട് പേര്. കാരണം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ കുറച്ചും കൂടെ ഡ്രൈ ആക്കുകയാണ്. നമ്മൾ ഓയിൽ മസാജ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി ഹെയർ മാസ്ക് എടുത്ത് നമ്മുടെ തലയിൽ പുരട്ടുമ്പോൾ ഹെയർ കുറച്ചും കൂടെ ഡ്രൈ ആവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഞാൻ ഓയിൽ മസാജ് ചെയ്യും. അതിന് ശേഷം മാത്രമേ ഹെയർ മാസ്ക് ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. പിന്നെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യും. കാരണം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഹെയർ ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം നടക്കും, ബട്ട് പിന്നെ ആ ഹെയറൊക്കെ വന്ന് ഫേസ് മാസ്കിൽ വന്ന് വീണ് അങ്ങനെയൊക്കെ ഇതാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഹെയർ മാസ്ക് ചെയ്തതിന് ശേഷം ഫേസ് മാസ്ക് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇത് ജസ്റ്റ് ഞാൻ ഉണങ്ങാൻ ഒരു 13 മിനിറ്റ്സ് വെക്കുന്നു. അതിനുശേഷം ഇത് ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഉണങ്ങിയിട്ട് ഞാൻ കൈ തൊട്ട് കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനെ പൊടി പോലെ വരാതിരിക്കുന്ന അതാണ് പരുവം, മനസ്സിലായോ? അതിനുശേഷം നമുക്കിത് കഴുകി കളയാം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയാൽ മതി. അതിനുശേഷം നമുക്ക് കഴുകി കളയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ്